Good morning. So we are just finishing our chapter Tawba Taking. See, this is the last page number 22 in your text. Getting the lunatics out of the lorries and handling them over to the Indian officials proved to be an arduous task. So in the last class we have discussed that all the inmates from Lahore who are to be transferred to India, who are they? The Hindu and Sikh inmates of Lahore asylum are being carried in a lorry and they were brought to the border, right? Which border? Wagah border in Punjab. റൈറ്റ്. അപ്പോൾ അവരൊക്കെ വാഗാ ബോർഡറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെയുള്ള അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളാണ് പറയുന്നത്. ഗെറ്റിംഗ് ദ ലുനാറ്റിക്സ് ഔട്ട് ഓഫ് ദ ലോറീസ്. സോ ദ ലോറീസ് ആർ ഇൻ ദ വാഗാ ബോർഡർ ആൻഡ് ദേ ആർ എബൌട്ട് ടു ട്രാൻസ്ഫർ ഇൻ ടു ഇന്ത്യ. സോ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദിസ് ലുനാറ്റിക്സ് ഫ്രം ദ ലോറി, ഇറ്റ്സ് എ വെരി ആർഡസ് ടാസ്ക്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. ഈ ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ ലോറിയിൽ നിന്ന് ഇവരെ ഇറക്കുക എന്ന് പറയുന്നത്, കാരണം ഈ ഇറക്കുന്നതൊക്കെ ഇവരെ ലോറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പ്ലക്കിംഗ് ഔട്ട് എ പ്ലാന്റ് ഫ്രം ദ എർത്ത് അല്ലേ. വളർന്നുകൊണ്ടിരിക്കുന്നൊരു ചെടി, അതിൻ്റെ അന്തരീക്ഷം, ഒരു ചെടിക്ക് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആ ചെടി അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ പരിചയപ്പെട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അതുമായി പൊരുത്തപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയായിരിക്കും. ആ ചെടിയെ ശരിക്കും അവിടുന്ന് പിഴുതെടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത്, അതുവരെ പരിചയമില്ലാത്തൊരു പുതിയ സ്ഥലത്ത് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുന്ന പോലത്തൊരവസ്ഥയാണിത്. ഇവരെ ലോറിയിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട്, അതായത് ഇവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലോറി, ആ ലോറിയിൽ നിന്ന് ഇവരെ ഇറക്കി അത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഒഫീഷ്യൽസിന് കൈമാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. മെനി ഓഫ് ദം റിഫ്യൂസ് ടു ലീവ് ദ ലോറീസ്. പലരും ലോറിയിൽ നിന്ന് ലീവ് ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നില്ല. ആരും ലോറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, ലോറി വിട്ട് ഇറങ്ങുന്നില്ല. ബിക്കോസ് ദേ വേർ നോട്ട് വില്ലിങ് ടു ജോയിൻ ഇന്ത്യ. നോ, ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ആൻഡ് ദോസ് ഹു ഡിഡ് റാൻ അബൌട്ട് വൈൽഡിലി. ചില ആളുകളൊക്കെ, ലോറിയിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ റാൻ അബൌട്ട് വൈൽഡിലി, വളരെ വിചിത്രമായിട്ട് ഓടുകയാണ്, പല വഴിക്കും ഓടുക, അലറി വിളിച്ച് ഓടുക. എങ്ങനെയാണ്? മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ ഗാർഡ്സ് ആൻഡ് അതർ ഒഫീഷ്യൽസ് ടു കീപ് ദം അണ്ടർ കൺട്രോൾ. അപ്പോൾ അവിടെയുള്ള ഒഫീഷ്യൽസിനും ഗാർഡ്സിനൊക്കെ ഇവരെ കൺട്രോളിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ കയ്യിൽ ഒതുങ്ങുന്നില്ല. ഇവർ ഭ്രാന്തന്മാരാണ്. ഒന്ന്, രണ്ട്, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ നാട് മാറുന്നതിൽ താല്പര്യമില്ല. അപ്പോൾ ഇവരെ വരുതിയിലാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ദം. ദോസ് ഹു വെയർ നെയ്ക്ഡ് ടോർ ഓഫ് എനി ക്ലോത്തിങ് ദാറ്റ് വാസ് ഫോഴ്സ്ഡ് ഓൺ ദം. ചില ആളുകളൊക്കെ അവരുടെ ഡ്രസ്സ് വലിച്ചു കീറി നെയ്ക്ഡായിട്ടുണ്ട്. ആ നെയ്ക്ഡായിട്ടുള്ള സാധനം ഈ പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽസിന് അത് അവരുടെ മേലെ വെച്ച് പിടിപ്പിക്കണം. നെയ്ക്ഡായിരിക്കുന്ന ആളുകളുണ്ട്. മെനി സ്വോർ ആൻഡ് കേഴ്സ്ഡ്. വേറെ ചില ആളുകളുണ്ട്, അവർ പ്രാകുന്നുണ്ട്, അതുപോലെ കേഴ്സ് ചെയ്യുന്നു, ശപിക്കുന്നുണ്ട്. വൺ ഓർ ടു സാങ്, ഒന്നോ രണ്ടോ ആളുകൾ പാട്ട് പാടുന്നുണ്ട്. സം ഫോട്ട് വിത്ത് ഈച്ച് അതർ, ചില ആളുകൾ പരസ്പരം അടി കൂടുന്നുണ്ട്. ആൻഡ് അതേഴ്സ് ക്രൈഡ് ഓർ വെയിൽഡ്, വേറെ കുറേ ആളുകൾ കരയുന്നുണ്ട് അല്ലെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ വാസ് റാമ്പൻറ്റ്. ആകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ ഒരു അന്തരീക്ഷം. ഇറ്റ് വാസ് എ പ്യുവർ ബെഡ്ലാം. ശരിക്കുള്ള ഒരു മാഡ് ഹൗസ്, ഒരു ഭ്രാന്തൻ വീട്, ഭ്രാന്താലയം തന്നെയാണ് ശരിക്കും അവിടെ. ദ വിമൻ വെർ ആൾസോ എ പ്രോബ്ലം. സ്ത്രീകളും ഉണ്ട്, അവരും പ്രശ്നമാണ്. ആൻഡ് ദ കോൾഡ് വെദർ മെയ്ഡ് എവ്രി വൺസ് ടീത്ത് ചാറ്റർ. കൊടും തണുപ്പ് കാരണം ആ വണ്ടിയിലുള്ള ഓരോരുത്തരുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു പ്രത്യേക അന്തരീക്ഷത്തിലാണുള്ളത്.
Most of the lunatics were not in favor of the transfer. So many of them were not ready to change their country because they could not comprehend the reasons for being uprooted from one place and thrown into another. ഒരു സ്ഥലത്ത് നിന്ന് അപ്രൂട്ട് പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എറിയപ്പെടുന്നതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് നിർബന്ധപൂർവ്വം ഭരണാധികാരികൾ നമ്മളെ പറിച്ച് മറ്റെവിടെയോ കൊണ്ടുപോയി നട്ടാൽ നമുക്കത് ഇഷ്ടാവില്ല. സ്വന്തം മണ്ണിൽ, നമ്മുടെ സ്വന്തം മണ്ണെന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ അഹങ്കരിക്കുന്ന സ്വന്തം മണ്ണിൽ നിന്നും പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നടുന്നത് നമ്മളെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല. അപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പിന്നെയാ 1 or 2 people not completely mad, 1-2 ആളുകളുണ്ട് അവർക്ക് പൂർണ്ണമായിട്ട് വട്ടല്ല. they shouted like പാകിസ്ഥാൻ സിന്ദാബാദ് ആൻഡ് പാകിസ്ഥാൻ മൂർദാബാദ്, രണ്ടുപേരും തന്നെ പറയുന്നു. this infuriated both the Muslims and Sikhs and altercations between them were avoided with great difficulty. അപ്പോൾ ഈ എന്താ പറയുക, ദേഷ്യം പിടിച്ചിട്ടുള്ള ഈ ആളുകളെ, അവരുടെ തർക്കങ്ങളും വഴക്കുകളൊക്കെ അവരുടെ ഇടയിൽ നിന്നും ഒഴിവാക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ഗ്രേറ്റ് ഡിഫിക്കൽട്ടാണ്. വെൻ ബിഷൻ സിംഗ്സ് ടേൺ കെയിം ടു ക്രോസ് ദ ബോർഡർ, അങ്ങനെ ഓരോരുത്തരെയും പിടിച്ച് വലിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡർ കടത്തി വിടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിഷൻ സിംഗിൻ്റെ അവസരം വന്നു ബോർഡർ കടത്തി വിടാനുള്ള. ഹി ആസ്ക്ഡ് ഒഫീഷ്യൽസ് ഹൂ വാസ് എൻറ്ററിങ് ഹിസ് നെയിം ഇൻ എ രജിസ്റ്റർ. അപ്പോൾ അവിടെ ഇയാളുടെ പേര് രജിസ്റ്റർ ചെയ്തുന്ന ഒരു ഒഫീഷ്യൽസിനെ വിളിച്ചിട്ട് ചോദിച്ചു, തോബ തേക് സിംഗ്, വേർ ഈസ് തോബ തേക് സിംഗ്, ഇൻ പാകിസ്ഥാൻ ഓർ ഇൻ ഇന്ത്യ, പാകിസ്ഥാനിലാണോ ഇന്ത്യയിലാണോ ഈ തോബ തേക് സിംഗ് എന്ന് ചോദിച്ചു. ദ ഒഫീഷ്യൽ ലോഫ്റ്റ് ആൻഡ് സെഡ്, ഒഫീഷ്യൽ ചിരിച്ചോണ്ട് പറയാണ്, ഇൻ പാകിസ്ഥാൻ, നോ ഡൗട്ട് ഇറ്റ്സ് ഇൻ പാകിസ്ഥാൻ. ഓൺ ഹിയറിംഗ് ദിസ് ബിഷൻ സിംഗ് leaped back and ran towards the remaining group of men who awaited their turn. ഇത് കേൾക്കേണ്ട താമസം ബിഷൻ സിംഗ് തിരിച്ച് അടുത്ത ഊഴം കാത്തിരിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് തിരിച്ച് കയറി. ഇല്ല, ഞാനില്ല, ഇന്ത്യയിലേക്ക് ഞാനില്ല, ഐ എം നോട്ട് കമ്മിങ് ടു ഇന്ത്യ ബിക്കോസ് ഇന്ത്യ ഈസ് നോട്ട് മൈ കൺട്രി, തോബ തേക് സിംഗ് ഈസ് മൈ പ്ലേസ് ആൻഡ് ദാറ്റ് പ്ലേസ് ഈസ് ഇൻ പാകിസ്ഥാൻ. സോ പാകിസ്ഥാൻ ഈസ് മൈ കൺട്രി, ഐ എം നോട്ട് റെഡി ടു കം വിത്ത് യു. വിളിച്ച് പറഞ്ഞു, ഞാനില്ല. തിരിച്ച് ഊഴം കാത്തിരിക്കുന്ന ആളുകളിലേക്ക് തിരിച്ചുകൂടി. ദ പാകിസ്ഥാനി സോൾജേഴ്സ് കോട്ട് ഹിം, അപ്പോൾ അപ്പുറത്തുനിന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരവനെ പിടിച്ചു. ട്രൈ ടു ഫോഴ്സ് ഹിം ബാക്ക് ടു ദ ചെക്ക് പോയിൻറ്റ്, തിരിച്ച് ചെക്ക് പോയിൻറ്റിലേക്ക് നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഹി റെസിസ്റ്റഡ് വിഗറസ്ലി, ഇയാൾ വളരെ ശക്തിയായിട്ട് എന്ത് ചെയ്തു, അതിനെ തടഞ്ഞു, റെസിസ്റ്റ് ചെയ്തു. തോബ തേക് സിംഗ് ഈസ് ഹിയർ, ഹി യെൽഡ്, ഇയാൾ വിളിച്ചു പറയാ, തോബ തേക് സിംഗ് ഇവിടെയാണ്, ഇവിടെ വിട്ട് ഞാനില്ല, പാകിസ്ഥാൻ വിട്ടിട്ട് ഞാൻ വരുന്നില്ല. പിന്നെയോ ഒപ്പർ ദി ഗുർഗുർ ദി അനക്സ് ദി ബായ് ദാനിയ ദി മൂങ് ദാൽ ദി ഓഫ് തോബ തേക് സിംഗ് ആൻഡ് പാകിസ്ഥാൻ. ദ അതോറിറ്റീസ് അറ്റംപ്റ്റഡ് ടു റീസൺ വിത്ത് ഹിം. ലുക്ക്, തോബ തേക് സിംഗ് ഈസ് ഇൻ ഹിന്ദുസ്ഥാൻ നൗ. അപ്പോൾ ഈ ഒഫീഷ്യൽസ് അയാളെ വെച്ചിട്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, തോബ തേക് സിംഗ് ഇന്ത്യയിലാണ് ഇപ്പോൾ. ഇഫ് ഹി ഈസ് നോട്ട് ദർ വി വിൽ സെൻഡ് ഹിം ദർ ഇമീഡിയറ്റ്ലി. അത് അവിടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുപോയി തരാം. ബട്ട് ഹി വാസ് അഡമൻറ്റ്, ഇയാൾ ഭയങ്കര വളരെ സ്ട്രോങ് ഡിറ്റർമിൻഡ് ആണ്. ഒരു എന്താ പറയുക, മാറാൻ തയ്യാറല്ല, വാശി പിടിച്ചിരിക്കുകയാണ്. ആൻഡ് വുഡ് നോട്ട് ബഡ്ജ് ഫ്രം ദ സ്പോട്ട് വേർ ഹി സ്റ്റുഡ്, അയാൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹി വുഡ് നോട്ട് ബഡ്ജ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ, അനങ്ങുന്നില്ല, അയാൾ അനങ്ങാണ്ട് അവിടെ ഇരുന്നു. വെൻ ദ ഗാർഡ്സ് ത്രട്ടൻഡ് ടു യൂസ് ഫോഴ്സ് ഹി ഇൻസ്റ്റാൾഡ് ഹിംസെൽഫ് ഇൻ എ പ്ലേസ് ബിറ്റ്വീൻ ദ ബോർഡേഴ്സ്. ഗാർഡ്സ് പറഞ്ഞു ഞങ്ങളെന്നെ ബലം ഉപയോഗിച്ച് കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പം ഹി ഇൻസ്റ്റാൾഡ് ഹിംസെൽഫ്, ഹി സ്റ്റുഡ് in a place between the borders and stood there as if no power in the world could move him. പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ബോർഡറുകൾക്ക് നടുവിലൊരു സ്ഥലമുണ്ട്. 2 ബോർഡറിൻ്റെ കമ്പിവേലികൾക്കും നടുവിലായിട്ടൊരു ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഇവൻ അനങ്ങാണ്ട് ലോകത്തൊരു ശക്തിക്കും തന്നെ നീക്കാൻ സാധിക്കില്ല എന്ന ഭാവത്തിൽ ഇയാളിങ്ങനെ ഉറച്ചു നിൽക്കുക. ഇയാൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല. ബിക്കോസ് ഹി വാസ് എ ഹാംലെസ് മാൻ, കാരണം ഇയാൾ എത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ആരും ഉപദ്രവിച്ചിട്ടില്ല, ഒരു ഉപദ്രവിക്കാത്ത മനുഷ്യനാണ്.
ഹി വാസ് അലോഡ് ടു റിമെയിൻ ദെയർ വൈൽ ദ ട്രാൻസ്ഫർ കണ്ടിന്യൂഡ്. അപ്പം ഇയാളൊരു ആരെയും ഉപദ്രവിക്കാത്ത ആളായത് കൊണ്ട് തന്നെ ഇയാൾ അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള ആളുകളൊക്കെ കൊണ്ടുപോയി തീരുന്നത് വരെ അവിടെ നിന്നോട്ടെ എന്ന് ആളുകൾ വിചാരിച്ചു, ഒഫീഷ്യൽസ് വിചാരിച്ചു. അപ്പോൾ ഇയാൾ ഇന്ത്യയും പാകിസ്ഥാനും അല്ലാത്ത സ്ഥലത്ത് പോയിട്ട് തമ്പടിച്ച് നിന്നു. ആ സമയത്ത് ഒഫീഷ്യൽസ് എന്ത് ചെയ്തു, ഓക്കെ ശരി അവനവിടെ നിൽക്കട്ടെ, ലാസ്റ്റ് അവനെ മാറ്റാമെന്ന രീതിയിൽ. സ്ഥലം എവിടെയെന്ന് അറിയില്ലേ? ഇന്ത്യയുടെയും പാകിസ്ഥാനെയും ബോർഡറിൻ്റെ നടുവിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം. ഓക്കെ. ബിഫോർ ദ സൺ റോസ് എ പിയേഴ്സിംഗ് ക്രൈ എറോസ് ഫ്രം ബിഷൻ സിംഗ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വളരെ തുളച്ച് കയറുന്ന രീതിയിൽ ഒരു ശബ്ദം, ഒരു കരച്ചിൽ ബിഷൻ സിംഗിൻ്റെ അവിടെ നിന്ന് വന്നു. ഹു ഹാഡ് ബീൻ ക്വയറ്റ് ആൻഡ് സ്റ്റിൽ ഓൾ ദിസ് ടൈം. ഇത്രയും സമയം ശാന്തനും അനങ്ങാതിരുന്ന ഈ ബിഷൻ സിംഗിൻ്റെ അടുത്തുനിന്ന് വലിയൊരു ശബ്ദം. സെവറൽ ഓഫീസേഴ്സ് ആൻഡ് ഗാർഡ്സ് റാൻ ടുവാർഡ്സ് ഹിം and they saw that the man who had stood on his leg day and night for 15 years now lay on the ground, prostrate. അപ്പോൾ ഇത്രയും കാലം 15 വർഷം ഒന്നിരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യാത്ത ഈ മനുഷ്യനുണ്ട് ഇവിടെ കമയിന്ന്, പ്രോസ്ട്രേറ്റ്, കമയിന്ന് കിടക്കുന്നുണ്ട്. അവിടെ ആ മണ്ണിൽ കിടക്കുന്നുണ്ട്. ബിയോണ്ട് വയേർഡ് ഫെൻസ് ഓൺ വൺ സൈഡ് ഓഫ് ഹിം വാസ് ഹിന്ദുസ്ഥാൻ. ഈ വള്ളികൾ കൊണ്ട്, കമ്പികൾ കൊണ്ട് കെട്ടിയ ആ വേലിയുടെ അപ്പുറത്ത് ഒരു സൈഡിൽ ഹിന്ദുസ്ഥാനാണ്. ആൻഡ് ബിയോണ്ട് വയേർഡ് ഫേഴ്സ് ഓൺ ദ അതർ സൈഡ് വാസ് പാകിസ്ഥാൻ. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനുമാണ്. ഇൻ ദ മിഡിൽ ഓൺ എ സ്ട്രെച്ച് ഓഫ് ലാൻഡ് ദാറ്റ് ഹാഡ് നോ നെയിം ലേ തോബ തേക് സിംഗ്. അതിൻ്റെ ഈ രണ്ട് ബോർഡറുകൾ നടുവിൽ നീണ്ടു കിടക്കുന്ന ആ ഭൂമിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ആ ഭൂമിയിൽ തോബ തേക് സിംഗ് ഇങ്ങനെ നീണ്ടു നിവർന്നു കിടന്നു. തോബ തേക് സിംഗ് മരിച്ചു. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കയോസ്, കൺഫ്യൂഷൻ. ആളുകൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഇന്ത്യയും പാകിസ്ഥാൻ വിഭജിക്കുന്നതിൽ. ഭരണാധികാരികളുടെ അധികാര കൊതി മൂലമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബിഷൻ സിംഗിൻ്റെ കഥ, ഇതാണ് തോബ തേക് സിംഗ്. ആൻഡ് ഐ വിൽ ഗിവ് യു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ്സ് ആൻസേഴ്സ് ഇൻ യുവർ through your WhatsApp group and you have to take it down. Okay, then and we will come to the next chapter in the next day. Anyway, thank you.